ഹലോ ഫ്രണ്ട്സ്, ഇത് ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. 2 ആഴ്ചയ്ക്ക് മുമ്പേ എൻ്റെ അച്ഛൻ വലിയൊരു ചക്ക കൊണ്ട് തന്നു കേട്ടോ. അത് ഒട്ടും പഴുക്കാത്തത് കൊണ്ട് ഞാൻ എന്തെടുത്ത് ചാക്കി കയറ്റി കട്ടിലിൻ്റെ അടിയിലാക്കി. 2 ആഴ്ചയായിട്ടും പഴുക്കാഞ്ഞപ്പോൾ ഞാൻ കരുതി പൊട്ടച്ചക്കയായിരിക്കും എന്ന് കരുതി കേട്ടോ. പക്ഷേ അല്ലായിരുന്നു. ഇന്ന് രാവിലെ ഈ റൂമിലോട്ട് വന്ന് കയറിയപ്പോൾ ഉണ്ടല്ലോ, നല്ല ചക്കയുടെ മണമെന്ന് പറഞ്ഞാൽ നല്ല ചക്കയുടെ മണം. അപ്പം തന്നെ ഞങ്ങൾ ആ ചക്ക എടുത്ത് 2ആക്കി അതിൽ നിന്നൊരു ചുള കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, തേൻവരിക്ക എന്ന് പറഞ്ഞാൽ ഇതാണ് തേൻവരിക്ക. തേൻ തോറ്റു പോകുന്ന മധുരമായിരുന്നു കേട്ടോ ഈ ചക്കയ്ക്ക്. ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ കരുതി വൈകുന്നേരം നമുക്ക് ഈ ചക്ക വറുത്തെടുക്കാം, ബജ്ജി കണക്ക് വറുത്തെടുക്കാമെന്ന് ഓർത്ത് കേട്ടോ. കാരണം കുഞ്ഞിനും കൊടുക്കണ്ടേ. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും വേവിച്ച ചക്കയോ വറുത്ത ചക്കയോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. 6 മാസം തൊട്ട് മുകളിലുള്ള പിള്ളേർക്ക് നമ്മൾ ചക്ക എന്തെടുക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ചക്ക അരിഞ്ഞ് ഇഡലിക്കുട്ടകത്തിൽ വെച്ച് ആവി കയറ്റി അത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ചില പിള്ളേർക്കില്ലേന്നേ ചക്ക അതേ കണക്ക് കൊടുത്താൽ ചിലവർക്ക് ദഹിക്കത്തില്ല, ചിലവർക്ക് വയറുവേദന എടുക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. എല്ലാ അമ്മമാർക്കും അറിയായിരിക്കും. അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളിങ്ങനെയാണോ ട്രൈ ചെയ്യുന്നതെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അങ്ങനെ ഞാൻ മാവൊക്കെ എടുത്ത് മാവെല്ലാം കുഴച്ച് ചക്ക അതിൻ്റെ അകത്തിട്ട് കുഴച്ച് ഞാൻ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി അങ്ങ് എടുത്തു കേട്ടോ. പിന്നെ ഈ ചക്ക കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. 2-3 ഗുണങ്ങളെന്ന് വെച്ചാൽ, ചക്ക നമ്മുടെ ഷുഗർ ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ഇല്ലേ, വയറ്റിൽ നിന്ന് പോകാത്തവർക്ക് ഈ ചക്ക ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം ഞാൻ എന്തെടുത്തെന്നറിയാമോ, നല്ലൊരു ചൂട് ഏലക്ക ചായ ഇട്ട് കേട്ടോ. ഏലക്കയ്ക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഏലക്ക തണുപ്പ് സമയത്ത് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ചൂട് സമയത്ത് ഉപയോഗിച്ചാലുണ്ടല്ലോ, ഏലക്ക ഓൾറെഡി ചൂടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ചൂട് സമയത്ത് ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരം ഭയങ്കര ഹീറ്റാവും. അതുകൊണ്ടാണ് ഏലക്ക തണുപ്പത്തൊക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ നല്ല ചൂട് ചായ ഇട്ട് നല്ല ചക്ക ബജ്ജി വെച്ച് ഞാനും കുഞ്ഞും ഏട്ടനും കൂടി കഴിച്ചു കേട്ടോ. ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെ പോയി. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, പുറത്ത് നല്ല അടിപൊളി കാറ്റായിരുന്നേ. കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ഞങ്ങൾ കരുതി മഴ പെയ്യുമെന്ന്. എവിടെ മഴയില്ല, ഒന്നുമില്ല. കാറ്റടിച്ച് ആ ഉള്ള മഴയും കൂടി പോയി കേട്ടോ. ഇവിടെ ആണെങ്കിലോ നല്ല ചൂടും ഉണ്ട്. ഇന്നത്തെ ബ്ലോഗ് അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.